ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അപ്കമിങ് വിശേഷങ്ങളിലേക്ക് കടക്കാം അല്ലേ. അപ്പോൾ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോണേ. അപ്പോൾ നമുക്ക് നേരെ അപ്കമിങ് വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇന്നത്തെ ഒറിജിനൽ വിശേഷവും നാളത്തെ പ്രമോ വിശേഷവും ഒക്കെ നമ്മൾ മെയിൻ ചാനലിലാണ് ഇടുന്നത്. അപ്പം ഇന്നത്തെ ഒറിജിനൽ വിശേഷം നമ്മൾ മെയിൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ആരെങ്കിലും കയറി കണ്ടില്ലെങ്കിൽ ഒന്ന് കയറി കണ്ട് നോക്കിക്കോളൂ. അപ്പം ജിൽ ജിൽ ചിന്നു എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര്. ജിൽ ചിന്നു, JILJILCHINU എന്നാട്ടോ നമ്മുടെ ചാനലിന്റെ പേര്. അപ്പൊ ഏതായാലും ഞാൻ വിശേഷത്തിലേക്ക് തന്നെ കടക്കുകയാണ്. അപ്പൊ നമ്മുടെ നയനെ ആകെപ്പെട്ടിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാലോ. നയനെ പെടുക മാത്രമല്ല, നയനയും ആദർശം തമ്മിലുള്ള ആ ഒരു പ്രശ്നമൊക്കെ അവസാനിക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ അവരുടെ പ്രശ്നമൊക്കെ അവസാനിച്ചു. നയന പിണങ്ങി വീട്ടിൽ പോവുകയും അതുപോലെ പ്രായച്ചിത്ത കാവിലേക്ക് പോവുകയൊക്കെ ചെയ്തു. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ദേവയാനിയുടെ നേതൃത്വത്തിൽ തന്നെ ആദർശമായിട്ടുള്ള ആ ഒരു ഇടപെടലും ഒക്കെ കാരണം എന്താ പറയുക, നമ്മുടെ നയന തിരിച്ചു വീട്ടിലെത്തി. പക്ഷെ അവിടെ വേറൊരു കാര്യം ഉണ്ടായിരിക്കുകയാണല്ലോ. നമ്മുടെ അനാമിക ഒരു ചെക്കൻ്റെ കൂടെ കറങ്ങി നടക്കുന്ന കുറച്ച് സീനുകളൊക്കെ അനി പകർത്തിയിട്ടുണ്ട്. അപ്പൊ അത് ആദർശിനെ കാണിച്ചിട്ടുമുണ്ട്. അപ്പൊ ആദർശ് പറഞ്ഞിരിക്കുന്നത് വേണ്ട, അതിപ്പോ അനക്കും ഒന്നും വേണ്ട, അതവിടെ ഇരിക്കട്ടെ, ഇപ്പൊ ആരെയും കാണിക്കണ്ട, മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായിട്ട് തീരുക തന്നെ ചെയ്യും, അതുകൊണ്ട് അത് ആരും ഇപ്പൊ അറിയണ്ട എന്നാണ് ആദർശ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എങ്കിലും നമ്മുടെ അനിയുടെ മനസ്സിൽ ഇത് കിടന്ന് ഇങ്ങനെ തിളച്ച് പൊങ്ങുകയാണ്. അപ്പൊ അനിയുടെയൊക്കെ വിചാരം വേറെ ഒന്നുമല്ല, തന്റെ ജീവിതം ഇങ്ങനെ സ്പോയിലാകാൻ കാരണക്കാരി ഒന്നാമത് നമ്മുടെ നയന തന്നെയാണ്. അപ്പൊ നയനയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിഷയം അറിഞ്ഞിട്ടും ആദർശിനോടോ മുത്തശ്ശനോടോ മുത്തശ്ശിയോടോ പറയാത്തത്. നയന വിചാരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ നന്ദുവിന്റെയും അനിയുടെയും വിവാഹം നടന്നേനെ. അപ്പൊ ഇനി നമ്മുടെ അനിക്ക് നയന ഒരു ശത്രുവായിട്ട് മാറുകയാണ്. നയന ശത്രുവായിട്ട് മാറുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാല്, അങ്ങനെ ഒത്തിരി ഉടനീളം ഈ സീരിയൽ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഉടനീളം അങ്ങനെ ശത്രു ആവുന്നൊന്നും ഇല്ല കേട്ടോ. ആ ഒരു ചെറിയ സമയം കൊണ്ട് നമ്മുടെ അനിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്ത, അല്ലെങ്കിൽ അനിയുടെ കൂട്ടുകാര് കുത്തിവെക്കുന്ന വിഷം എന്ന് വേണമെങ്കിൽ പറയാം. അനിയുടെ കൂട്ടുകാർ വിഷം കുത്തിവെക്കുന്നതല്ല, അവരും പറയുന്നത് നിന്റെ ഏടത്തിയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ വിവാഹം നടന്നു പോയേനെ, നിന്റെ വിവാഹം ഇപ്പൊ രണ്ടാം വിവാഹം ആവില്ലായിരുന്നു, അനാമിക നിങ്ങളുടെ കുടുംബത്തിൽ കയറി വരില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും എനിക്കും തോന്നി, ശരിയാണല്ലോ പറയുന്നത്. ഏടത്തി അന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ, ഏടത്തിയുടെ അനിയത്തിയുടെ ലൈഫ് മാത്രമല്ലേ നോക്കിയത്. ഏടത്തിക്ക് എന്നോട് അങ്ങനെ ഒരു സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ, ഏടത്തിനെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നു. ഇപ്പൊ സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയെക്കാളൊക്കെ കൂടുതൽ ഞാൻ ഏടത്തിനെ സ്നേഹിക്കുന്നുണ്ട്, ഏടത്തിനെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഏടത്തി എന്നെ മനസ്സിലാക്കിയില്ലല്ലോ. അപ്പോൾ വേണമെങ്കിൽ ഏടത്തിക്ക് മുത്തച്ഛനോടും മുത്തശ്ശിയോടും പറഞ്ഞിട്ട് തിരുത്താമായിരുന്നു, എല്ലാം മാറ്റാമായിരുന്നു. പക്ഷെ അതിനൊന്നും തയ്യാറാകാതെ സ്വാർത്ഥ മനസ്സോടുകൂടി തന്നെ സ്വന്തം അനിയത്തി എന്നുള്ളൊരു ചിന്തയോട് കൂടി തന്നെ നിന്ന ഏടത്തിനെ ഞാൻ എന്തിനു സ്നേഹിക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്. അപ്പൊ ഈ സമയത്ത് നമ്മുടെ നയന വരികയാണ്. നയന അനിയോട് വന്ന് എപ്പോഴും ചോദിക്കുന്നത് പോലെ, മോനെ നീ എന്തെടുക്കുക എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്നിട്ട്, നിങ്ങൾ ഒറ്റ ഒരുത്തി കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ സ്പോയിലായി പോകാൻ കാരണം, നിങ്ങൾ ഒറ്റ ഒരുത്തി തന്നെയാണ് എൻ്റെ ജീവിതം ഇങ്ങനെ നശിച്ചത്. നിങ്ങളിപ്പോൾ എൻ്റെ കൺമുമ്പിൽ വരുന്നത് എനിക്ക് അറപ്പും വെറുപ്പും ഒക്കെയാണ്, നിങ്ങൾ കാരണമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അന്ന് പറയായിരുന്നു, നിങ്ങൾ നിങ്ങളുടെ അനിയത്തിനെ കുറിച്ച് മാത്രമാണ് ഓർത്തത്, നിങ്ങൾ എന്നെ കുറിച്ച് ഓർത്തിട്ടില്ല ആ സമയത്ത്. ഞാൻ ആദർശേട്ടൻ്റെ അനിയനാണ്, എനിക്കൊരു മനസ്സുണ്ട്, എനിക്കൊരു ജീവിതം ഉണ്ടെന്നൊന്നും നിങ്ങൾ ഓർത്തില്ല. എങ്ങനെയെങ്കിലും നന്ദുവിൽ നിന്നും എന്നെ അകറ്റണമായിരുന്നു, എന്നിട്ട് അനാമികയായിട്ട് വിവാഹം കഴിപ്പിക്കണമായിരുന്നു. അത് ഒറ്റ ഒരു പണിക്ക് വേണ്ടിയല്ലേ ഇത്രയൊക്കെ അങ്ങനെടുത്ത് ചെയ്തത്. എന്ത് കിട്ടി നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താ കിട്ടിയത്? എന്തെങ്കിലും സമാധാനം നിങ്ങൾക്ക് കിട്ടിയോ? എൻ്റെ ജീവിതമല്ലേ പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നയനി ഇങ്ങനെ എന്താ പറയാ, വല്ലാത്തൊരു രീതിയിൽ അസ്വസ്ഥതപ്പെടുത്താൻ. നയനിക്കിത് കേട്ടപ്പോൾ മുതൽ, എന്താ അനി നീ പറയുന്നത്? നിന്നെ ഞാൻ എൻ്റെ അനിയനായിട്ടല്ലേ കണ്ടിട്ടുള്ളൂ, വേണ്ട മിണ്ടരുത്, നയനടുത്ത് അതിനെക്കുറിച്ച് മിണ്ടരുത്. നിങ്ങൾ എന്നെ അനിയനായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അവിടെ അനിയത്തി നിങ്ങൾ സേഫ് ആക്കാൻ നോക്കി, എന്നിട്ട് നിങ്ങൾ എൻ്റെ ജീവിതം പാണ്ടി ലോറിക്ക് അടിയിൽ കൊണ്ടിട്ടു. നിങ്ങൾ അതല്ലേ ചെയ്തത്? അനാമികയുടെ കൂടെ ജീവിച്ച് എൻ്റെ ജീവിതം ഇങ്ങനെ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്തത്. ഇപ്പം എല്ലാവരും അവൾ എന്ത് തെറ്റ് ചെയ്താലും അവളുടെ കൂടെ നിൽക്കുക, ഞാൻ അവളുടെ പുറകെ തന്നെ നടക്കണമെന്നും അവൾ എൻ്റെ ഭാര്യയായിട്ട് ഇരിക്കണമെന്നും ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് ഇനി ഏടത്തി എന്തൊക്കെ പറഞ്ഞാലും അത് കേട്ടോണ്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല.
ഞാൻ അനാമികയെ ഉപേക്ഷിക്കാൻ പോവാ. അല്ല, നീ ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണെന്ന് അറിയണമല്ലേ? മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ കാര്യം പിടികിട്ടി. മുത്തശ്ശനും മനസ്സിലായി അവള് വെറും ഫ്രോഡാണ്, തറയാണെന്നൊക്കെ. എന്നിട്ട് ഏടത്തിക്ക് ഇപ്പൊ എന്ത് നേടി? ഏടത്തി ഒന്നും നേടിയില്ലല്ലോ. ഇനി ചിലപ്പോൾ ഡിവോഴ്സിന്റെ വക്കിൽ ഞാനും അനാമികയും എത്തുമായിരിക്കാം. എന്നിട്ടും നിങ്ങൾ എന്തിനാ എന്നോട് ഈ ക്രൂരത കാണിച്ചത്? എല്ലാം അറിയാഞ്ഞിട്ടും എന്നെ എന്തിനാ ഇങ്ങനെ നിങ്ങൾ പറ്റിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് എന്താ പറയുക, വല്ലാത്തൊരു രീതിയിൽ നയനയുടെ മുമ്പിൽ ഇങ്ങനെ ഷൗട്ട് ചെയ്യുക. അപ്പൊ നയന പറയുന്നുണ്ട്, നീ എന്തൊക്കെയാ ഈ വിളിച്ചു പറയുന്നത്? ഞാൻ വിളിച്ചു പറയുന്നത് എന്താണെന്നേ പതിയെ പതിയെ നയനയടുത്തേക്ക് മനസ്സിലായിക്കോളും. സത്യങ്ങളൊക്കെ നയനയടുത്തെ അറിയുന്ന ഒരു ദിവസം വരും. അന്ന് എല്ലാവരും കൂടെ കരയും. എന്തിന്? എന്റെ ജീവിതം പോയതിന്. പക്ഷേ അന്നും നിങ്ങൾ നിങ്ങളുടെ നന്ദുവിനെ എന്നെ കെട്ടിച്ചു തരാൻ തയ്യാറാവില്ലെന്ന് എനിക്കറിയാം. കാരണം അപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമല്ല അനന്തപുരി തറവാട്ടിലേക്ക് നന്ദുവിനെ വിടുന്നത്. അപ്പോഴും എൻ്റെ ജീവിതം പോകുന്നതിന് നിങ്ങൾക്ക് ആർക്കും വിഷയമില്ല. എനിക്കറിയാം എല്ലാവരും സ്വാർത്ഥര് തന്നെയാണ്. അതിപ്പം നയനേടത്തിയാണെങ്കിലും നയനേടത്തിയിലെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും എല്ലാവരും സ്വാർത്ഥരാണ്. എനിക്കറിയാം. നോക്കിക്കോ, എനിക്ക് നന്ദുവിനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം അങ്ങ് അവസാനിപ്പിക്കും. അതോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും തീരുവല്ലോ, ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാർഗം ആവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അനി അങ്ങോട്ട് പോയി. നയനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നയനയാണെങ്കിൽ വല്ലാതെ പൊട്ടിക്കരയുക. അപ്പൊ പെട്ടെന്ന് മുത്തച്ഛൻ വന്നിട്ട്, എന്ത് പറ്റി മോളെ നീ കരയുന്നത്, എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഏയ് ഒന്നുമില്ല മുത്തച്ഛ. അല്ല, എന്തോ ഉണ്ട്, എന്താണെങ്കിലും എന്നോട് പറ. അത് പിന്നെ അനി ഇപ്പൊ വന്ന് എന്നോട് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. അവന്റെ ജീവിതം തകർത്തത് ഞാനാണെന്നോ, എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടും നിങ്ങളോട് ആരോടും പറഞ്ഞില്ലെന്നോ എന്നൊക്കെ. പക്ഷെ ഞാൻ അതങ്ങനെ പറയാതിരുന്നത് എന്താണെന്ന് മുത്തച്ഛനും മുത്തശ്ശിക്കും ഒക്കെ അറിയാലോ. എനിക്ക് എൻ്റെ നന്ദുവിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമില്ല. അതിലുപരിയായിട്ട് അന്ന് എൻ്റെ അമ്മായിയമ്മ എന്നോട് എതിർപ്പാ കാണിച്ചിരുന്നത്, സ്നേഹിച്ചിരുന്നു പോലുമില്ല. ആ വീട്ടിലേക്ക് വീണ്ടും എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മാത്രമല്ലേ ഞാൻ അവളെ കൊണ്ടുവരാതിരുന്നത്, അല്ലാതെ അവനോടുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ലല്ലോ. എന്നാലേ മോക്ക് തെറ്റിപ്പോയി. അവൻ പറഞ്ഞതിലും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ശരിയാണല്ലോ. അല്ല, മുത്തച്ഛൻ എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നേ? നീ ഇവിടെ നിന്ന് പോയ സമയത്തെ കുറെ കാര്യങ്ങളൊക്കെ നടന്നു മോളെ. കുറെ കാര്യങ്ങളൊക്കെ. അതില് ഒന്നാമത്തെ കാര്യം, എന്നെ CI വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന അനാമിക ആരാണെന്ന് വ്യക്തമായി എനിക്ക് നല്ലതുപോലെ. അവള് ഒരു ഹണി ട്രാപ്പുകാരിയും അതുപോലെ തന്നെ പല വിവാഹ തട്ടിപ്പും ഒക്കെ നടത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം എനിക്ക് ഒരു വീഡിയോയും കിട്ടി. അതെന്നെ കാണിച്ചിട്ടില്ല, അത് ആദർശിനെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഞാന് ഒരു കാര്യം മോളോട് പറയട്ടെ, ആ വീഡിയോ ഞാൻ കണ്ടിരുന്നു. അത് പക്ഷേ അനി കാണിച്ചിട്ടല്ല ഞാൻ കണ്ടത്, ആദർശം കാണിച്ചിട്ടല്ല ഞാൻ കണ്ടത്. വേറൊരാൾ വഴി ഞാൻ ആ വീഡിയോയിലെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് അറിയാം. ഒരാളൊഴിഞ്ഞ സ്ഥലത്ത് അവര് ഒരുമിച്ചിരിക്കുകയും അതുപോലെ എന്താ പറയാ, ഒരു മരുമകളോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാ. അതുപോലെയാ അനാമിക കാണിച്ചു കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അനിയുടെ ജീവിതം അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് ശരിയല്ല. അനാമികയെ എന്നേക്കുമായി ഉപേക്ഷിക്കാൻ ഞാൻ തന്നെയാ പറഞ്ഞത് അനിയോട്. ഇത് കേട്ടത് മുത്തച്ഛ, ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അതുമാത്രമല്ല, ഇപ്പോഴും എന്നോട് അമ്മ പറയുന്നത് അനിയും അനാമികയും ഒന്നിക്കണമെന്നാ. അപ്പൊ പിന്നെ ഞാന് അമ്മയുടെ സൈഡല്ലേ നിൽക്കേണ്ടത്? അതുമല്ല, മുതിർന്നവരെയൊക്കെ എതിർത്തിട്ട് എനിക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? ഇതിപ്പം എനിക്ക് എന്നോട് എന്തോ ദേഷ്യമുള്ളത് പോലെയാ തോന്നുന്നത്. അവനെന്നെ എന്തോ വേറൊരു തട്ടിലാ കാണുന്നത്. ഞാൻ അവനെ രണ്ടാം തരക്കാരനായിട്ട് കണ്ടെന്നോ, ഞാൻ അവന്റെ ഭാവി തൊലയ്ക്കാൻ നോക്കിയെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതൊക്കെ അവന്റെ വിഷമം കാരണം പറയുന്ന മോളെ. മോളൊരു കാര്യം ചെയ്യും, ഈ കാര്യം മോൾ ആരോടും പറയരുത്. ജലജയോ ജാനകിയോ അതുമല്ല അനാമികയോ ഇതറിയാൻ പാടില്ല. ചെവി അറിയാതെ ഈ ബന്ധം സ്റ്റോപ്പ് ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനും കുറച്ച് കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നന്ദു ഇവിടെ വരുവോ വരാതിരിക്കുകയോ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടാ. ഇനി ഇവനൊരു രണ്ടാം വിവാഹക്കാരനാണല്ലോ. അപ്പൊ ചിലപ്പം ഈ പറയുന്ന കനകയ്ക്കും ഗോവിന്ദനും ഒക്കെ ഇങ്ങോട്ടേക്ക് മകളെ പറഞ്ഞയക്കാൻ ബുദ്ധിമുട്ട് കാണുമായിരിക്കും. അതുകൊണ്ട് നിർബന്ധിക്കുന്നില്ല, ഒരിക്കലും നിർബന്ധിക്കുന്നില്ല. പിന്നെ അവർക്ക് രണ്ടുപേർക്കും അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ അതിന് ഞാൻ കൂട്ടു നിൽക്കാൻ തയ്യാറാ. പിന്നെ നിങ്ങളുടെ കാര്യം എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അച്ഛനും അമ്മയും എതിർത്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല. പക്ഷെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടിയാണെങ്കിൽ ഈ വിവാഹം ഞാൻ നടത്തുമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ നയന ഉള്ളത്. നയനയ്ക്ക് എന്ത് തീരുമാനം എടുക്കണം എന്ന് അറിയില്ല. നയന നേരെ ദേവയാനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. പക്ഷെ ദേവയാനിയോട് ഈ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ദേവയാനി ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ ദേവയാനിയോട് ഈ കാര്യം പറയണമെന്ന് നമ്മുടെ നയനയ്ക്ക് ഉണ്ട് താനും. നയനയോട് മുത്തശ്ശനും മുത്തശ്ശി ഇതാരോടും പറയില്ലെന്ന് പറഞ്ഞിട്ടുമുണ്ട്.
ഇതെങ്ങനെ പറയും? ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാകും? ആകെ മൊത്തം നമ്മുടെ നയന വീണ്ടും കൺഫ്യൂഷനിലായി തീരുക തന്നെയാണ് ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് നമ്മുടെ അഭിയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചടുക്കിയിട്ടുണ്ടല്ലോ. ഇനി അനഘ എന്ന് പറയുന്ന ആ പെണ്ണ് മരിക്കാൻ പോകുന്ന കാര്യവും, മരിക്കാൻ പോകുന്നതല്ല, മരിച്ച കാര്യമൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഏതായാലും അഭിയുടെ കുഞ്ഞായിട്ടല്ല, ആദർശിന്റെ കുഞ്ഞായിട്ടാണ് അത് വരാൻ പോകുന്നത് അനന്തപുരി തറവാട്ടിലേക്ക്. അതും വേറൊരു വലിയ പ്രശ്നത്തിലൂടെ തന്നെയാണ് സഞ്ചരിക്കാൻ പോകുന്നത്. കാരണം നമ്മുടെ ആദർശിന് അങ്ങനെ ഒരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കുവോ? നയന സഹിക്കുവോ? പക്ഷെ ആദർശിന്റെ കുഞ്ഞാണെന്നും പറഞ്ഞാണ് നമ്മുടെ ആദർശ് കൊണ്ടുവരുന്നത്. അപ്പം അതെങ്ങനെ ശരിയാകും? നമ്മുടെ നവ്യക്കാണെങ്കിൽ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്നു. ആ ഒരു സമയത്ത് ഇങ്ങനെയുള്ള ഷോക്കുകളൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കുഞ്ഞിനെ കൂടി ബാധിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ആദർശ് അബിയുടെ കുഞ്ഞാണെന്നൊന്നും പറയാത്തത്. അപ്പം അതാണ് കഥ. ഇങ്ങനെയാണ് മുമ്പിലേക്ക് പോകുന്നത് കേട്ടോ. പക്ഷെ അറിയും നമ്മുടെ അബിയുടെ കുഞ്ഞാണെന്നൊക്കെ അറിയൊക്കെ തന്നെ ചെയ്യും. പിന്നെ ഞാൻ ഇതിനിടയ്ക്ക് ഒരു ദിവസം പറഞ്ഞിരുന്നു, ഈ അഭിയുടെ കുഞ്ഞല്ല ഈ പറയുന്ന പെൺകുട്ടി. ആ പെൺകുട്ടി, അതായത് ഈ അനഘ എന്ന് പറയുന്ന ആ പെൺകുട്ടി നമ്മുടെ അനിയെ ട്രാപ്പിലാക്കുന്നതാണ് കേട്ടോ. അപ്പൊ അനിയെ പറ്റിക്കുന്നതാണ്. ആ കുഞ്ഞ് സത്യത്തിൽ അഭിയുടെ കുഞ്ഞും അല്ല. ആ ഒരു പെൺകുട്ടിക്ക്, അനഘയ്ക്ക് വേറൊരു പയ്യനുണ്ടായ കുഞ്ഞാണ്. പക്ഷെ അനന്തപുരി തറവാട്ടിൽ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സേഫ് ആയിട്ട് വളരുമെന്ന് ആ പെണ്ണിന് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു മഹാപാവം ചെയ്തിട്ട് ആ പെണ്ണ് മരിച്ചത്. ഏതായാലും അതൊക്കെ പതുക്കെ പതുക്കെ തെളിയൂ കേട്ടോ. അപ്പൊ അതിലേക്കൊക്കെയാണ് കഥ പോകുന്നത്. അപ്പൊ ഇനിയിപ്പോ അടുത്തൊരു അടിപൊളി അപ്കമിങ് വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. നമ്മൾ ശനിയാഴ്ചയും ഞായറാഴ്ചയും അപ്കമിങ് വിശേഷം ചെയ്യാറില്ല എന്നും ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്കമിങ് വിശേഷം ഇട്ടില്ലല്ലോ എന്ന്. നമ്മൾ ശനിയാഴ്ചയും ഞായറാഴ്ചയും ചെയ്യാറില്ല. കാരണം ഇപ്പോൾ ഓൾറെഡി നമുക്ക് ശനിയാഴ്ചയും ഞായറാഴ്ചയും അല്ലാത്ത കഥ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒറിജിനൽ വിശേഷം ചെയ്യണം. അപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ച നമുക്ക് ഇച്ചിരി തിരക്കുള്ള ദിവസങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാം കൂടെ അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് ശനിയാഴ്ച ഞായറാഴ്ച ഒഴിവാക്കി തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ നമ്മൾ അപ്കമിങ് വിശേഷങ്ങൾ നമ്മുടെ ചാനലിൽ ഇടുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക കേട്ടോ. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ വേണം. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും കൂടി അടിച്ചിട്ടേ പോകാവുള്ളൂ. നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് നമ്മുടെ അടുത്ത ആൾക്കാരിൽ എത്തിക്കുന്നത്. അതായത് ഒത്തിരി ഇത് നമ്മുടെ യൂട്യൂബ് റെക്കമെൻഡേഷനിൽ വിട്ടാൽ മാത്രമേ നമ്മുടെ വീഡിയോസ് കുറേ പേര് കാണുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് വരുമാനം കിട്ടുകയുള്ളൂ. അപ്പം നിങ്ങൾ ലൈക്ക് അടിച്ചാൽ മാത്രമേ നമുക്ക് വരുമാനം കിട്ടുകയുള്ളൂ എന്നുള്ളൊരു അവസ്ഥ തന്നെയാണ് കേട്ടോ. കാരണം നിങ്ങളുടെ ലൈക്കാണ് ഇത് ഓരോരുത്തരിലും ഇങ്ങനെ എത്തിപ്പെടുന്നത്. അങ്ങനെ ഓരോരുത്തർ കണ്ടാലല്ലേ നമുക്ക് ഒരു വരുമാനം കിട്ടുകയുള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോകണം കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിർബന്ധിക്കുന്നില്ല. ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും വീഡിയോ കണ്ടിട്ട് ഒരു ലൈക്ക് അടിച്ചിട്ട് പോണേ. അപ്പോൾ എല്ലാവരും നല്ലൊരു ദിവസം വീണ്ടും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.